ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നമ്മൾ ഓരോ ഘട്ടത്തിലും കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ഈ കഴിഞ്ഞ 4 വർഷക്കാലവും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, അതിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത്. എപ്പോഴും കുറ്റം പറയാനല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടേണ്ടതിനേക്കാളും കുറവൊന്നും. പക്ഷേ അതുകൊണ്ട് എല്ലാ പ്രവർത്തനവും നിലച്ചു പോകും എന്ന ഒരു സ്ഥിതിയായിരുന്നു നേരത്തെ. അങ്ങനെ നിലച്ചു പോകാതെ കാര്യങ്ങൾ പോകുന്നു. വളരെ അങ്ങ് മെച്ചപ്പെട്ടു. 50,000 57,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് വന്ന എല്ലാം കൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകും എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഘട്ടം അതിജീവിച്ചു എന്ന് പറയുന്നത് ഈ നാടിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് കൂടുതൽ തൊഴിൽ സാധ്യതയും വികസനമൊക്കെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാവിലത്തെ പത്രങ്ങൾ പലതും വന്നത് ഇന്ത്യക്കാർക്ക് അങ്ങേയറ്റം അപമാനകരമായ ഒരു വാർത്തയും കൊണ്ടാണ്. 40 മണിക്കൂർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ താമസിച്ചിരുന്നവർ, അവർ രേഖകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിൽക്കട്ടെ, അവരെ കൈയും കാലും ചങ്ങലക്കിട്ട് അവർക്ക് വിമാനത്തിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും എഴഞ്ഞു പോകേണ്ടി വന്നു എന്നൊരു സ്ഥിതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമൊന്നും പോകാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ, 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളവും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും സ്വന്തം കാലിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് അയക്കാൻ മാത്രമല്ല നമുക്ക് കഴിയുന്നത്. ഏറ്റവും വലിയ കൺസംഷൻ ഫോഴ്സുള്ള, ഉപഭോഗമുള്ള ഒരു സ്ഥലമാണ്, ഉപഭോഗത്തിന് സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിൻ്റെ ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയൊരു സാഹചര്യമെല്ലാം ഉണ്ട്. അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ അടുത്ത തലമുറയെ എക്വിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പും. ആ തരത്തിൽ കേരളത്തിന് മെച്ചമുണ്ടാകുന്ന തരത്തിലായിരിക്കും കേരളം തുടരുന്ന ഇപ്പോൾ സാമൂഹ്യക്ഷേമ രംഗത്തും മറ്റു രംഗത്തും എല്ലാം ഉള്ള ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്നതായിരിക്കും. അത് LDF ഗവൺമെന്റിന്റെ പൊതുനയം തന്നെയാണ്. ആ നയം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ മേഖലയെയും ടച്ച് ചെയ്ത് എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഈ പ്രാക്ടിക്കലായ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ് താങ്കളുടെ മുൻ ബഡ്ജറ്റൊക്കെ നോക്കിയാൽ. ഇന്നത്തെ ഫേസ്ബുക്കും ആ തരത്തിൽ നോക്കിയാൽ ക്ഷേമ പെൻഷൻ അടക്കം ആളുകൾ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നു. അങ്ങനല്ല, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തും എന്നുള്ളതല്ല, പക്ഷെ 3 മാസക്കാലത്തെ പെൻഷൻ കൂടി ഇനി പഴയ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. 3 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 3000 കോടി രൂപയാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പല കമ്മിറ്റ്മെൻറ്റുകളും റൂൾ 300ൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഗവൺമെൻറ് അഭിപ്രായം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യണം. അമിതമായ പ്രഖ്യാപനം നടത്തി 10-15 മാസം കൊടുക്കാതെ പോകുന്നതല്ല, പറഞ്ഞ കാര്യങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട് വരും. അതാണ് അത്രയൊരു ശുഭപ്രതീക്ഷയാണ്. അത് നിങ്ങൾക്കും എനിക്കും എല്ലാം കേരളം നന്നാവുന്നതിലുള്ള ശുഭപ്രതീക്ഷ, സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തോടു കൂടി കുറേ കൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞും അതിനകത്തെ വിശദമായ കാര്യങ്ങൾ നോക്കി കേരളത്തിന് എങ്ങനെയാണ് ഇത് ഗുണമുണ്ടാകുന്നത്. ഒരു ബഡ്ജറ്റ് ആകുമ്പം പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അപ്പോൾ അത് പൊതുവിലൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അസസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുക. ഏതാ അല്ല, അത് വലിയ ഭാരമുണ്ടാക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. വലിയ ഭാരം ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ കാലോചിതമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അവിടെ കാണാം.